നമസ്കാരം. എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അധ്യാപക ദിനമാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് യോജിച്ച ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സങ്കീർണതകളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രക്ഷുബ്ധതയിലാണ്. ഒരു ഭരണകൂടവും നിയമവ്യവസ്ഥയും എല്ലാം നോക്കുകുത്തിയായിരിക്കുമ്പോൾ ഒരു ജനത നിസ്സഹായരായി പോകുന്നുവെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. ഈ ദിശാബോധമില്ലാതായി പോവുകയാണ് ജനതയ്ക്ക്. മാതൃകാ വ്യക്തിത്വങ്ങളുടെ അഭാവമാണത്. അധ്യാപകരാണ് കറക്റ്റീവ് ഫോഴ്സസായി നിൽക്കേണ്ടവർ. അധ്യാപകർക്ക് ഇപ്പോൾ തിരുത്തൽ ശക്തികളാവാൻ സാധിക്കുന്നുമില്ല. തന്മൂലം വ്യക്തി ആരാധന, താരാരാധന, വീരാരാധന തുടങ്ങിയൊക്കെ തകർത്താടുകയാണ്. ഡ്രൈവ് നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു ആശയക്കുഴപ്പമാണ്. വിശ്വാസ പ്രമാണങ്ങളെല്ലാം തന്നെ തകർന്നടിഞ്ഞു പോകുന്നതും അവർ കാണുകയാണ്. അപ്പോൾ എന്തിൽ വിശ്വസിക്കണം, എന്ത് അവലംബിക്കണം എന്ന ആശയക്കുഴപ്പത്തിലാകുന്നത് തികച്ചും സ്വാഭാവികം. ചിലർ ആത്മീയതയിലും ആധ്യാത്മികതയിലൊക്കെ അഭയം പ്രാപിക്കുന്നു. ചിലർ ആൾക്കൂട്ടങ്ങളെ ആശ്രയിക്കുന്നു. ചിലർ അന്ധവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. ഏത് രീതിയിലൊരു തിരിച്ചു നടത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ആണ് അധ്യാപകരുടെ പ്രസക്തി. മോന്തായം വളഞ്ഞാൽ പിന്നെ എല്ലാം വളഞ്ഞു. അധ്യാപകർക്ക് എന്തുകൊണ്ടാണ് തിരുത്തശക്തികളായി നിലകൊള്ളാൻ പറ്റാത്തത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പണ്ട് നല്ല അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിക്കാത്ത അധ്യാപകനെയും കൂടി ഗുരു എന്ന് വിളിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ ഗുരു എന്ന് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ ഒരു ഫോർമലായിട്ടുള്ള ഔപചാരികമായ വിദ്യാലയത്തിലെ ഒരു ഗുരു അധ്യാപകനൊന്നല്ല. പക്ഷേ അദ്ദേഹം നമ്മുടെ അകക്കണ്ണ് തുറപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹം ഗുരുവാണ്. അപ്പം അത്തരം ഗുരുക്കന്മാരുടെ അസാന്നിധ്യം നമ്മുടെ സമൂഹത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഒരു മാനവികത, വളരെ വലിയൊരു മാനവികതയുടെ പാഠം തന്നെയാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ വെച്ച്. പക്ഷേ അത് തുടർന്നു കൊണ്ടുപോകാൻ മാത്രം പ്രാപ്തരായ, പര്യാപ്തമായ, യോജിച്ച അധ്യാപകർക്ക് യോജിച്ച വ്യക്തികൾ അധ്യാപനത്തിലേക്ക് വരുന്നില്ല എന്നതിൻ്റെ കാരണം നാം കണ്ടെത്തിയേ പറ്റും. നാം ഒരു കുറ്റകൃത്യം നടന്നാൽ അത് നടത്തിയേ അല്ലെങ്കിൽ അത് ചെയ്ത കുറ്റവാളിയെ ശിക്ഷിക്കും. കുറ്റവാളിയെ അതിലേക്ക് നയിച്ച പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാൻ പോലും മെനക്കെടുന്നില്ല. ഉടനടി പറയുകയായി ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം, അത് തലവെട്ടണം, കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊക്കെ പറയും. പക്ഷേ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ക്രിമിനൽ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ സൊസൈറ്റി. എങ്ങനെ അങ്ങോട്ട് എത്തി എന്നുള്ളത് നാം ചിന്തിക്കുന്നില്ല. നല്ലൊരു അധ്യാപകരാണെങ്കിൽ കുഞ്ഞിൽ തന്നെ കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഒരു കുഞ്ഞിൻ്റെ ന്യൂനതകളും അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേപ്പബിലിറ്റീസും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നവർ. അപ്പോൾ കുട്ടിയുടെ ചോയ്സിനനുസരിച്ചിട്ടുള്ള ടാലൻറ്റ് കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്നവരാണ് നല്ല അധ്യാപകൻ. കുട്ടിയിൽ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സസ് എനർജി ഉണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് ചാനലൈസേഷൻ അറിയുന്നവനാണ് അധ്യാപകൻ. സബ്ലിമേഷൻ പ്രോസസ്സ്, വിമലീകരണ പ്രക്രിയ അറിയാം. വിമലീകരണ പ്രക്രിയ അറിയാത്ത അധ്യാപകൻ സപ്രസ് ചെയ്യുകയുള്ളൂ. സപ്രസ് ചെയ്യുമ്പോൾ അത് അവിടെ കിടക്കുന്നുണ്ടാവാം. അതിനൊരു ഔട്ട്ലെറ്റ് വരുന്ന സമയത്തൊക്കെ അതെടുത്ത് പ്രയോഗിക്കുകയും ചെയ്യും. നമ്മൾ അവിടെ പോയി അത് പിഴുതെറിയ നെഗറ്റീവ് ക്യാപ്പബിലിറ്റീസിനെ സബ്ലിമേറ്റ് ചെയ്യാത്തോടത്തോളം കാലം അതവിടെ തന്നെ കിടക്കും. അങ്ങനെയാണ് കറക്റ്റീവ് ഫോഴ്സ് ആവേണ്ടത്. പക്ഷെ കറക്ഷൻ പ്രൊസീജിയർ അറിയാത്ത അധ്യാപകർ, ഈ സബ്ലിമേഷൻ പ്രോസസ്സ് അറിയാത്ത അധ്യാപകർ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ വന്നു കൂടുന്നത്? അതുകൊണ്ടാണ് സമൂഹം ഇത്ര വികലമായി പോകുന്നത്, സമൂഹത്തിന്റെ മനസ്സ് ഇങ്ങനെ വികലമായി പോകുന്നത്. അതിനെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കാൻ ബോധേടാകുന്നില്ല. നമ്മുടെ ഇവിടുത്തെ യുവത മുഴുവൻ ഒരു ഇറോഷനാണ്, കൂട്ടത്തോടെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി ഒരു 15 സെന്റ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കാശും സംഘടിപ്പിച്ച് കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടാണെങ്കിലും അവരിവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. എന്താ, ഈ സിസ്റ്റത്തെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വളരെയധികം ഊർജം പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ കൊടുക്കേണ്ടത് വരുന്നത് ഒരു ജീവൻ തന്നെ, അല്ലെങ്കിൽ ജീവിതം തന്നെ ആയിരിക്കാം. അപ്പം ഇത്രയും ഹോസ്റ്റൽ എൻവയൺമെന്റിൽ നിന്ന് പൊരുന്നേക്കാൻ നല്ലത്, ജനാധിപത്യം ഒരു നാമമാത്രമായിട്ടുള്ള സമൂഹത്തിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടുന്ന് കിട്ടാവുന്ന സ്പീഡിൽ നാട് വിടാമെന്നാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത്. ഒരു നിർഭാഗ്യമുള്ള ഹതഭാഗ്യരെ, അല്ലെങ്കിൽ കയ്യിൽ കാശില്ലാത്തവരെ, ഫാക്ടേഴ്സ് ഫേവറബിൾ അല്ലാത്തവരൊക്കെ ഇവിടെ ജീവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുകയാണ്. അത് വളരെ വളരെ വേദനാജനകമാണ്. ഇത്രയും ഹോസ്റ്റൽ എൻവയൺമെന്റിൽ നല്ല വ്യക്തികളും നല്ല ഗുണനിലവാരമുള്ളവരും അധ്യാപനത്തിൽ വരാത്തതിൻ്റെ കാരണം എന്താണ്? വളരെ വ്യക്തമല്ലേ? നമ്മുടെ ഖജനാവിൻ്റെ ഒരു പകുതിയിലധികം ധനം ഈ അധ്യാപകർക്ക്
കൊടുത്താണ് പോകുന്നത്. പിൻവാതിലിലൂടെ നിയമനം നേടി വരുന്ന എയ്ഡഡ് മേഖലയിലെ അധ്യാപകർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ദ്രോഹം ചെയ്തു? നമ്മൾ നന്നായി കൃത്യമായി കരമടയ്ക്കുന്നുണ്ടല്ലോ. നല്ല അധ്യാപകരെ കിട്ടാൻ അവർക്ക് അവകാശമില്ലേ? പിന്നെ എന്തിനാണ് ഇനിയും എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനം PSCക്ക് വിടാത്തത്? എത്ര നല്ല അധ്യാപകരാകേണ്ടവരുടെ സർവീസാണ് ഇതുവഴി നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത്തരം നിയമനം വഴി വരുന്ന അധ്യാപകർ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കപ്പെടാതെയുള്ള നിയമനമാണ് ഇവിടെ നടക്കുന്നത്. റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. പിന്നെ ഗുണനിലവാരം, മെറിറ്റ് പരിഗണിക്കപ്പെടുന്നില്ല. ആകെക്കൂടി പരിഗണിക്കപ്പെടുന്നത് ബാലറ്റിന്റെ ഘനം മാത്രമാണ്. ഈ ബാലറ്റിന്റെ ഘനം അതിലൂടെ വരുന്ന അധ്യാപകർക്ക് എന്ത് മൂല്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുക? അവർക്കൊന്നും അറിയില്ല. അപ്പോൾ അത് എത്ര ഭീതിതമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. അവരുടെ ഒരു വളരെ സൈഡായിട്ടുള്ള ഒരു ബിസിനസ് മാത്രമാണ് ടീച്ചിങ്, അധ്യാപനം എന്നുള്ളത്. അവർക്ക് കുറിക്കമ്പനി ഉണ്ടാവും, അവർക്ക് ബ്ലേഡ് കമ്പനി ഉണ്ടാവും, അവർക്ക് ജാതി കച്ചവടം, തേങ്ങാ കച്ചവടം ഒക്കെ കഴിഞ്ഞ് വരുന്ന ചെറിയ ഒരു സമയം ഒരു ഗൈഡ് എടുത്ത് ഒരു കവിത ഇന്റർപ്രറ്റ് ചെയ്തതിൻ്റെ അതങ്ങോട്ട് പഠിച്ച് അതങ്ങോട്ട് കൊടുക്കുക. മാർക്കിന് വേണ്ടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അതിനപ്പുറത്തേക്കൊന്നുമില്ല. സർക്കാരും അത് മാർക്ക് A+, അങ്ങനെ 100, 10 A+, 20 A+, 50 A+ ഉള്ള കുട്ടികളുടെ ഫ്ലെക്സ് വെക്കുന്നതിൽ കഴിഞ്ഞു അവരുടെ ദൗത്യം. അവിടെ കുട്ടികളെ സെൻസിബിലിറ്റി റിഫൈൻ ചെയ്യാൻ അവർക്ക് കെൽപ്പില്ല. അവിടെ അവർ പരാജയപ്പെടുകയാണ്. അവർ കുറെ മാർക്ക് കിട്ടുക എന്നുള്ളത്, ഒരു സിസ്റ്റം നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഈ പിൻവാതിൽ നിയമനത്തിൽ കൂടെ വരുന്ന അധ്യാപകരുടെ ആവശ്യം. അത് തന്നെയാണ് സർക്കാരിൻ്റെ ആവശ്യം. സിസ്റ്റം നിലനിർത്താൻ പറ്റുന്ന ജനതയെ ബ്രീഡ് ചെയ്യുക, ചോദ്യം ചെയ്യുന്ന ഒരു ജനത ബ്രീഡ് ചെയ്യാൻ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശം മാത്രം വെച്ച് ഒരു എക്സാമിനേഷൻ സിസ്റ്റം, ജ്ഞാനം പരിശോധിക്കുന്നതിൻ്റെ മെഷറിംഗ് റോഡ് അത് മാത്രമായിട്ട് നിലനിർത്തുകയാണ്. അത്തരം അധ്യാപകർക്ക് എങ്ങനെ തിരുത്ത ശക്തികളാകാൻ സാധിക്കും? വേറെ ഒന്നിനെ കുറിച്ചും ഒരു ധാരണയില്ല. കുഞ്ഞുങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ച് പഠിപ്പിക്കുക എന്ന് മാത്രം. അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, മനോവ്യാപാരങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു ധാരണയുമില്ല. അതിൽ ഇടപെടേണ്ടതാണെന്നുള്ള ചിന്തയുമില്ല, ഒന്നുമില്ല. അജ്ഞാനവർത്തികളെ സൃഷ്ടിക്കുന്ന ഒരു സിസ്റ്റം മാത്രമായി ചുരുങ്ങുകയാണ്. അവിടെ അങ്ങനെ വരുമ്പോൾ ഈ സമൂഹം ഇങ്ങനെ ആകുന്നതിലും ഒരു അതിശയവുമില്ല. മോന്തായം വളഞ്ഞാൽ പിന്നെ എല്ലാം തകർന്നു, എല്ലാം വളയും. പക്ഷേ ഇങ്ങനെയൊരു അവസ്ഥയിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഞാൻ വളരെ ഡിസാർട്ടൻ്റ് ആവും ഓരോ ദിവസവും. എന്നെ പോലുള്ളവർക്കൊക്കെ എത്ര അവസരം നിഷേധിക്കപ്പെട്ടു ഒരു അധ്യാപികയാവാനായിട്ട്, ഒരു മെയിൻ സ്ട്രീം അധ്യാപിക ആവാനുള്ള അവസരം ഒക്കെ എനിക്ക് പൈസ കൊടുക്കാനില്ലാതിരുന്ന കാലമായിരുന്നില്ല, അന്നൊക്കെ കൊടുക്കാമായിരുന്നു. പിന്നീട് വന്നു. ഇപ്പോൾ വെസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ അല്ലെങ്കിൽ നല്ല ജനാധിപത്യ രാഷ്ട്രങ്ങളിലൊക്കെ എപ്പോഴാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അപ്പം നമുക്ക് പൊതുപരീക്ഷ എഴുതി ഏതെങ്കിലും കുറച്ച് ബ്രഷപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു ചെറിയ കോഴ്സ് അറ്റൻഡ് ചെയ്ത് നമുക്ക് പൊതുപരീക്ഷ എഴുതാം. അവിടെ ഒരു ഏജ് ബാരിയർ ഒന്നുമല്ല. ഇവിടെ ഒരു ഏജ് ബാരിയറും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ഡോർമെന്റ് ആവും. നമുക്കൊരു മെയിൻ സ്ട്രീമിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ വരികയും ചെയ്യും. വർഷങ്ങൾക്ക് മുന്നേ ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് മുന്നൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഞാനൊരു എയ്ഡഡ് വിദ്യാലയത്തിൽ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ ക്ഷമയോട് കൂടിയാണ് പറയുന്നത്, അദ്ദേഹം ഒരു നല്ല അധ്യാപകനും കൂടിയാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്കത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം നിരാശയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാനത് ഗവൺമെൻറ് സ്കൂളിലേക്ക് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിലേക്ക് ഞാൻ കൊടുത്തു എന്ന് വളരെ ക്ഷമയോടുകൂടി മാനേജ്മെൻറ്റിൻ്റെ പ്രീണനം നടത്തുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. എന്തൊരു വിഷമമായിരുന്നു എനിക്കൊക്കെ അത് കേട്ടപ്പോൾ. അങ്ങനെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി അത് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ മിനിസ്റ്ററും അതെ പിൻവാതിൽ നിയമനമാണ്. അപ്പോൾ മാതൃകയാവേണ്ട വ്യക്തികൾ തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു സ്ഥാപനവൽക്കരിക്കപ്പെടുമ്പോൾ നമുക്ക് അവിടെ ഒന്നൊരു മാറ്റം എളുപ്പം കൊണ്ട് വരിക എന്നുള്ളത് സാധ്യമല്ല. കോടതിക്കും ഇത് അറിയാതെ ഒന്നല്ല. ഇനി ആരെങ്കിലും പൊതു താല്പര്യ ഹർജി കൊടുത്തിട്ടുണ്ടോ, അതിനുവേണ്ടി എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ഒരു ഓവർനൈറ്റ് കൊണ്ടൊന്നൊരു മാറ്റം ഇവിടെ പ്രതീക്ഷിക്കാനില്ല. നാം ജീവിക്കേണ്ടതും ഇവിടെ തന്നെയാണ്. എത്ര പൊരുതിയാലും വെറുതെ നമ്മൾ കൈകാലിട്ട് അടിക്കുക എന്നല്ലാതെ പെട്ടെന്നൊരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. നമ്മുടെ ഊർജം മുഴുവൻ ഡ്രെയിൻഡ് ആവും ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ. അപ്പം നമ്മൾ എവിടുന്നെങ്കിലൊക്കെ ഊർജം കണ്ടെത്തി, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തിയ സന്തോഷം കണ്ടെത്തിയ ശക്തി കണ്ടെത്തിയാൽ ഏറ്റവും നല്ലത്. അവിടെ നിന്നും കണ്ടെത്താതെ വരുമ്പോൾ നമ്മൾ ചില വരികളൊക്കെ പുസ്തകങ്ങളിൽ വരികളിൽ നിന്നൊക്കെ നമ്മൾ ഊർജമെടുക്കും. ചില കവിതകളായിരിക്കാം, ചില കവിതാ ശകലങ്ങളായിരിക്കാം.
അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഭയങ്കര ഡിസൊല്യൂഷൻഡ് ആകുമ്പോൾ, ഭയങ്കര ഡോൾട്രം ലോ സ്പിരിറ്റിലാവുമ്പോൾ ഞാൻ വായിക്കുന്ന ഒരു കവിത, അതാണ് എന്നെ ചിലപ്പോൾ ഒരു പക്ഷം എനിക്ക് പ്രചോദനം തന്ന് നിലനിൽക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഈ സമൂലമായ മാറ്റം കൊണ്ടുവരിക, വിപ്ലവം കൊണ്ടുവരിക, വിപ്ലവം കൊണ്ടുവന്ന പാർട്ടി എന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുന്നത്. സമൂല പരിവർത്തനത്തിനൊന്നും നമ്മൾ കേപ്പബിൾ അല്ല, നമ്മൾക്ക് പ്രാപ്തിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചില വരികളെ നമ്മൾ അവലംബിക്കാറുണ്ട്. അത്തരം ഒരു കുറച്ച് വരികൾ ഞാൻ നിങ്ങളെ ഇന്ന് ഈ അധ്യാപക ദിനത്തിൽ പരിചയപ്പെടുത്തുകയാണ്. കാരണം അതൊരു ഗുരുമുഖത്തു നിന്ന് കിട്ടുന്ന വരികൾ തന്നെയാണ്. ഏതൊരു ഒരു വിദ്യാർത്ഥിക്കോ, അല്ലെങ്കിൽ നമ്മൾ ഇന്നും നമ്മളൊക്കെ ലേണേഴ്സാണ് ത്രൂ ഔട്ട് ദ വേൾഡ്, പകച്ചു നിൽക്കുന്ന സമസ്യകൾക്ക് പ്രശ്നങ്ങൾക്ക് മുന്നേ പരകച്ചു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു പഠിതാവാണ് നമ്മൾ. അത് അവർക്ക് ഒരു കൊടുക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന മുഴിമുത്തുകൾ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും വലിയൊരു അറിവാണ് ഇഫ് എന്ന് പറഞ്ഞ കവിത, റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്ന് റുഡിയാർഡ് കിപ്ലിങ് മകന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ്. എങ്ങനെ ഈ സങ്കീർണമായ ജീവിത വിജയം കൈവരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് തുഴഞ്ഞു മുന്നോട്ട് പോകാം. ചില കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിനക്ക് ജീവിത വിജയം സുനിശ്ചിതം എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് മകനോട്. അത് ഇംഗ്ലീഷിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വരികൾ എനിക്ക് കാണാപ്പാഠം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വരികളിടയ്ക്ക് എനിക്ക് നോക്കേണ്ടതായിട്ട് വരും. എന്നാലും ഞാൻ അതിൻ്റെ മലയാളത്തിലേക്ക് ഞാൻ പരിഭാഷപ്പെടുത്താൻ ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ കൂടുതലും. അപ്പോൾ പരിഭാഷപ്പെടുത്താൻ വരുമ്പോൾ എൻ്റെ കണ്ണിൽപ്പെടുന്ന ചില കവിതകൾ, എന്നെ മറച്ചു പോകുമ്പോൾ കാണുന്ന ചില കവിതകളാണ്. ആ കവിതയാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് പറയുന്നത്. നിങ്ങൾക്കും അത് ഗുണം ചെയ്യും. എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, എല്ലാ കുറ്റങ്ങളും നിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ, നിനക്ക് നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ ഈ ഭൂമിയും അതിലെ സകല സൗഭാഗ്യങ്ങളും നിനക്കുള്ളതാണ് മകനെ. ഏവരും നിന്നെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുമ്പോൾ നിനക്ക് ക്ഷമാപൂർവം നിന്റെ നിഷ്കളങ്കത തെളിയുന്നത് വരെ കാത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ലോകം നിനക്കുള്ളതാണ് കുഞ്ഞെ. നീ കാപട്യങ്ങളിൽ നിന്നും കള്ളത്തരത്തിൽ നിന്നും അകന്നു നിൽക്കുക, ആരെയും ദേഷിക്കാതിരിക്കുക, വിദ്വേഷം വഴിപ്പെടാതിരിക്കുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ ലോകം നിനക്കുള്ളതാണ് കുഞ്ഞെ. പക്ഷേ നീ മിതത്വം പാലിക്കണം, കൂടുതൽ നല്ലവനാകാതിരിക്കുക, അതോടൊപ്പം തന്നെ ബുദ്ധിപരത പ്രകടിപ്പിക്കാതിരിക്കുക. നിനക്ക് സ്വപ്നം കാണാം, പക്ഷേ നിന്റെ സ്വപ്നങ്ങളെ നിന്റെ യജമാനരാക്കാതിരിക്കുക. നിനക്ക് ചിന്തിക്കാം, എന്നാൽ നിന്റെ ചിന്തകൾ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളാകാതിരിക്കട്ടെ. നിനക്ക് ജയപരാജയങ്ങൾ സമചിത്തതയോടെ കാണാൻ സാധിക്കുമെങ്കിൽ ഈ ലോകം നിനക്കുള്ളതാണ് കുഞ്ഞെ. നീ പറയുന്ന സത്യസന്ധമായ പ്രസ്താവനകൾ നിന്നെ കെണിയിൽപ്പെടുത്താനായി വളച്ചൊടിച്ച് നിനക്കെതിരെ ഉപയോഗിക്കുമ്പോൾ നിനക്കതിനെ സഹിഷ്ണുതയോടെ കാണാനും സ്വീകരിക്കാനും സാധിക്കുമെങ്കിൽ ഈ ഭൂമി നിനക്കുള്ളതാണ് മകനെ. നിന്റെ ആയുഷ്കാല നേട്ടങ്ങളെല്ലാം ഞൊടിയിടയിൽ തകർന്ന് തരിപ്പണമാകുമ്പോൾ, നിന്റെ മൂർച്ച നഷ്ടപ്പെട്ട തേഞ്ഞു പോയ ആയുധങ്ങൾ കൊണ്ട് വീണ്ടും അതിനെ കെട്ടിപ്പടുക്കാനാകുമെങ്കിൽ ഈ ലോകം നിനക്കുള്ളതാണ് മകനെ. നിന്റെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള സാഹസികമായ സംരംഭങ്ങൾ നീ തുടങ്ങുകയാണെങ്കിൽ അതിലൊരു പക്ഷേ നിനക്ക് നഷ്ടം മാത്രമായിരിക്കും സംഭവിക്കുക. എന്നാലും പരാജയത്തെക്കുറിച്ച് ഖമാ എന്ന് പരാതി പറയാതെ, അത് നിന്റെ നിശ്ചയദാർഢ്യത്തിന് പോർലേൽപ്പിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ വിജയം, ഈ ലോകം നിനക്കുള്ളതാണ് മകനെ. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും വന്ന വഴികൾ മറക്കാതെ നിനക്ക് നീയായിരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ലോകം നിനക്കുള്ളതാണ്. രാജകീയ സദസ്സുകളിൽ ആന്ത്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ആന്ത്യം നിനക്ക് ബാധിക്കാതിരിക്കുമെങ്കിൽ ഈ ഭൂമി അതിലെ സർവ്വ സൗഭാഗ്യങ്ങളും നിനക്കുള്ളതാണ് മകനെ. ശത്രുക്കളാലും മിത്രങ്ങളാലും നീ മുറിവേൽക്കപ്പെടാതിരിക്കുമെങ്കിൽ ഈ ഭൂമിയും അതിലെ സർവ്വ സൗഭാഗ്യങ്ങളും നിനക്കുള്ളതാണ് കുഞ്ഞെ. സർവോപരി നീ ഒരു മനുഷ്യനായിത്തീരും. അപ്പോൾ ഇതിലും വലിയ അറിവ് നമുക്ക് കിട്ടാനില്ല. ഇത് പകർന്നു തന്ന ആ ഗുരുവിനും അതോടൊപ്പം തന്നെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള എല്ലാ ഗുരുവചനങ്ങൾക്കും നന്ദിയും അവരെയെല്ലാം ഞാൻ നമിക്കുന്നു. നിങ്ങളിലെ അധ്യാപകനെയോ അധ്യാപികയെയോ ഞാൻ സല്യൂട്ട് ചെയ്യും. സല്യൂട്ടിങ് ദ ടീച്ചേഴ്സിന് ഹാപ്പി ടീച്ചേഴ്സ് ഡേ. നന്ദി, നമസ്കാരം.